ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ? എന്താണ് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത? 2025 അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അതാണോ നിങ്ങൾക്കറിയാവുന്ന അറിവ്? അതോ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണെന്നോ? ഇത് ശരിയാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പോരുഷനാമം അറിയണ്ടേ? റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് നാം ഒക്കെ പെട്ടെന്ന് പള്ളിയിൽ പോകാൻ തിടുക്കം കാണിക്കുന്നവരായിരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവരുടെ ഖബറിൻ്റെ ചാരത്ത് ചെന്ന് സലാം ചൊല്ലി ഇരുകരങ്ങളും പടച്ചവൻ്റെ മുമ്പിൽ ഉയർത്തി ഫാത്തിഹ ഓതി, സൂറത്തുകൾ ഓതി, ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അവരുടെ പാപമോചനത്തിനു വേണ്ടി ഉയർത്തുന്ന കരങ്ങൾക്ക് അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടു പോയവർ അവരുടെ സ്വന്തം വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ദിവസം കൂടിയാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതായത് ഇന്നത്തെ ദിവസം. എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തരണം എന്ന് കുടുംബമാകുന്ന നമ്മളോട്, കൂടപ്പിറപ്പുകളാകുന്ന നമ്മളോട് അവർ യാചിക്കുകയാണ്. അവർക്ക് വേണ്ടി യാസീനും ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും തഹ്ലീലുകളും ഒക്കെ ചൊല്ലി ദുആ ചെയ്യാൻ കഴിയണം. ഈ സുന്ദരമായ ഈ വെള്ളിയാഴ്ച സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞാൽ 50 വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സൽക്കർമ്മങ്ങളൊന്നും വിടാതെ ചേർത്ത് വെച്ച് ജീവിതത്തെ സുന്ദരമാക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ല ആശ്വാസമുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, ശരീരത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ പരിപൂർണമായി മാറി വരികയാണ്. എനിക്ക് വേണ്ടി ദുആ ചെയ്ത ഒരുപാട് സഹോദരി സഹോദരന്മാർ കേൾക്കുന്നവരിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കയറിയപ്പോൾ പല പ്രദേശത്തുള്ളവരും എനിക്ക് വേണ്ടി ദുആ ചെയ്തത് ഞാൻ കണ്ടു. അതിലൊരു പരിചയവുമില്ല. മലപ്പുറത്ത് നിന്നും ദുബായിൽ നിന്ന് വരെ അൽഹംദുലില്ലാ പലരും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെയും നീ ഹാസിലാക്കണേ അല്ലാ. ഈ പവിത്രമായ വെള്ളിയാഴ്ച ദിവസം അവർക്ക് വേണ്ടി ഞാനും 2 കരങ്ങൾ നിൻ്റെ മുമ്പിൽ ഉയർത്തുകയാണ്. എന്നെ സ്നേഹിക്കുന്ന അവരെ ഞാനും സ്നേഹിക്കുകയാണ്. നാളെ സ്വർഗത്തിലും ഇതുപോലെ തന്നെ ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാ. വീണ്ടും കാണാം.